മലയാള സിനിമയുടെ സിനിമാ വ്യവസായത്തിൻ്റെ അപെക്സ് ബോഡിയായ കേരള ഫിലിം ചേംബറിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ആണ് ഇപ്പോൾ നടന്നത്. സിനിമാ വ്യവസായം കോവിഡിന് ശേഷം വളരെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പല പ്രാവശ്യം പല ചർച്ചകളിൽ പോയി സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പലതും ലഭിക്കുന്നില്ല. സിനിമാ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുക. സിനിമാ വ്യവസായത്തിന് തിയേറ്ററുകൾക്കും പ്രൊഡ്യൂസർമാർക്കും ഡിസ്ട്രിബ്യൂട്ടർമാർക്കും നിലനിൽക്കാൻ പറ്റാത്ത ഈ വ്യവസായം തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് സുപ്രധാനമായിട്ടുള്ള പല തീരുമാനങ്ങളും ചേംബർ എടുക്കേണ്ടതായിട്ട് വരുന്നത്. അതിൻ്റെ ആ ചേംബറിൻ്റെ കഴിഞ്ഞ ചേംബർ മീറ്റിങ്ങിൽ അങ്ങനെ ഒരു തീരുമാനം വേണമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നിന്ന് നമ്മുടെ ഒരു തീരുമാനം എടുക്കണമെന്നും അതിന് എല്ലാ സംഘടനകളെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു മീറ്റിംഗ് നടത്തണമെന്നത് തീരുമാനിച്ചു. അതിന് മുന്നോടിയായിട്ട് നടന്ന എല്ലാവരുടെ സമ്മതപ്രകാരം നടന്നൊരു മീറ്റിംഗ് ആയിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മീറ്റിംഗിൽ 6-ാം തീയതി നടന്നു. ആ മീറ്റിംഗിൽ അപെക്സ് ബോഡിയിലെ എല്ലാ അഫിലിയേറ്റ്സും പങ്കെടുത്ത മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിംഗ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനായിരുന്നു, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ എല്ലാവരും കൂടി പങ്കെടുത്ത ഒരു മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിംഗിൽ എല്ലാവരും കൂടി എടുത്ത ഒരു തീരുമാനമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റായിരുന്ന ജി സുരേഷ് കുമാർ അന്നവിടെ അനൗൺസ് ചെയ്തു. അതായത് സിനിമാ വ്യവസായം മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പ്രക്ഷോഭം നടത്തിക്കൊണ്ട് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നേടിക്കൊണ്ട് എല്ലാവരും ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലാകും. അതേമാതിരി തന്നെ ആർട്ടിസ്റ്റുകൾക്ക് അവരുടെ പ്രതിഫലം വളരെയധികം കൂട്ടിക്കൊണ്ടാണ് ഇപ്പോൾ പോകുന്നതെന്നും വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നും അത് വിലയിരുത്തിക്കൊണ്ടാണ് ചർച്ച നടന്നത്. അതിന് സിനിമ സമരത്തിൽ കൂടെയെങ്കിലും അത് നേടിയെടുക്കണം എന്നുള്ള ഒരു തീരുമാനം അവിടെ എല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനം. ആ തീരുമാനത്തിന് മുന്നോടിയായിട്ട് തന്നെ ചേംബറിലും അവരുടെ കത്ത് തരികയും ആ ചേംബറിന്റെ സപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. ആ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇന്ന് ഇവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞങ്ങൾ തീരുമാനങ്ങളും എല്ലാ അഫിലിയേറ്റ്സും ഇരിക്കുന്ന എല്ലാ അഫിലിയേറ്റ്സും പ്രതികരിച്ച എല്ലാവരും പ്രസിഡന്റുമാർ സെക്രട്ടറിമാരിരിക്കുന്നത് സിനിമാ വ്യവസായത്തിൻ്റെ അപെക്സ് ബോഡിയിലെ എല്ലാ അഫിലിയേറ്റ്സും ഇരിക്കുന്നത്. അവർ കൂടിയുള്ള ഇന്നത്തെ തീരുമാനത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുൻ പ്രസിഡന്റും ചേംബറിൻ്റെ മുൻ പ്രസിഡന്റായിരുന്ന ജി സുരേഷ് കുമാർ അദ്ദേഹം ഒരു സംഘടനയ്ക്ക് വേണ്ടിയല്ല അവിടെ സംസാരിച്ചത്, വ്യവസായത്തിന് വേണ്ടിയാണ് അവിടെ സംസാരിച്ചത്. ആ സംസാരിച്ച് ഞങ്ങളെപ്പോലെയുള്ള ഞാനൊരു ചേംബറിൻ്റെ പ്രസിഡന്റാണെങ്കിലും ഞാൻ പ്രതിനിധീകരിക്കുന്നത് എക്സിബിറ്റർ അസോസിയേഷനിൽ നിന്ന് വന്നിട്ടാണ് ഞാൻ ഈ ചേംബർ പ്രസിഡന്റായിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചും ഈ തിയേറ്റർ വ്യവസായം കൊണ്ടു നടക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് സിംഗിൾ സ്ക്രീൻ, അതായത് 1-2 സ്ക്രീനുകളുള്ള തിയേറ്ററുകൾ, ആ തിയേറ്ററുകൾക്ക് ഓണേഴ്സിന് തിയേറ്ററുകൾ കൊണ്ടു നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. മൾട്ടിപ്ലെക്സ് വലിയ ഗ്രൂപ്പുകൾ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സ്ഥിതി എന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് പ്രൊഡക്ഷൻ വിങ്ങിലും. വലിയ പ്രൊഡ്യൂസേഴ്സിന് മാത്രം നിലനിൽക്കാൻ പറ്റുകയും സാധാരണ ചെറുകിട പ്രൊഡ്യൂസേഴ്സ് നിലനിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ആ സിറ്റുവേഷനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് 90% വരുന്ന പ്രൊഡ്യൂസേഴ്സിന് അവരുടെ നന്മയ്ക്ക് വേണ്ടി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ മുൻ പ്രസിഡന്റായിരുന്ന ജി സുരേഷ് കുമാർ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റിൻ്റെ അഭാവത്തിൽ എല്ലാ അഫിലിയേറ്റ്സുകളുടെയും സമ്മതത്തോടു കൂടിയ ആ സമരത്തിന് മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനമെടുത്തു. അപ്പോൾ ആ തീരുമാനത്തിന് ഞങ്ങളുടെ ചേംബറിൻ്റെ അഫിലിയേറ്റ് ചേംബറിൻ്റെ മെമ്പറായ ശ്രീ ആന്റണി പെരുമ്പാവൂർ അതിന് വളരെ മോശമായ രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇന്ന് ഇവിടെ ചർച്ച വന്ന് വളരെയധികം എല്ലാ മെമ്പർമാരും അതിനെതിരെ ശക്തമായിട്ട് നടപടിയെടുക്കണമെന്ന് തന്നെയാണ് ഇവിടെ തീരുമാനമെടുത്തിരിക്കുന്നത്. ആ തീരുമാനപ്രകാരം ഞങ്ങൾ ചേംബറിൻ്റെ മെമ്പറായ അദ്ദേഹത്തിന് നമ്മൾ ഇവിടുന്ന് ഒരു കത്തയക്കും. 7 ദിവസത്തിനുള്ളിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് നമുക്ക് 7 ദിവസത്തിനുള്ളിൽ ഇത് പിൻവലിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഉറപ്പ്. അദ്ദേഹം ചേംബറിൻ്റെ ഒരു മെമ്പറാണ്, അദ്ദേഹം അത് തെറ്റാണ് ചെയ്തതെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടാവും, അത് പിൻവലിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇത് ഞങ്ങൾ താമസിയാതെ ഒരാഴ്ചയ്ക്കുള്ളിൽ ആ ഡേറ്റ് ഞങ്ങൾ അനൗൺസ് ചെയ്ത് സൂചനാ സമയം കൊടുത്തു. ഒരു കാര്യം മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഗവൺമെൻറ്റും അധികാരത്തിൽ വന്നാൽ ഒരു ബഡ്ജറ്റിന് മുമ്പ് പ്രീ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് സാധാരണ എല്ലാ വ്യവസായങ്ങളും വിളിക്കുക എന്നുള്ളൊരു മര്യാദയാണ്. ഇന്നേ വരെ ഇവിടെ ചേംബറിൽ നിന്ന് 2-3 വർഷമായിട്ട് കത്തുകൾ പോയിട്ടുണ്ട്. പ്രീ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് വിളിക്കണമെന്നും സിനിമാ വ്യവസായത്തിൻ്റെ പ്രതിസന്ധി എന്താണെന്ന് മനസ്സിലാക്കണമെന്നും പറഞ്ഞുകൊണ്ട് കത്ത് പോയിട്ട് ഇന്നേ വരെ പ്രീ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. പിന്നെ ഇത് കൂടാതെ ഉണ്ട് ഇപ്പം എന്താ 2025-26 ബഡ്ജറ്റിൽ നിങ്ങൾ നോക്കി കാണാം എന്തെങ്കിലും സിനിമാ വ്യവസായത്തിൽ ഒരു ഗുണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പം ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഭൂരിഭാഗവും വരുന്ന സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളും അതേമാതിരി തന്നെ പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള വലിയ ബഡ്ജറ്റിൽ പണം പിടിക്കാത്ത പ്രൊഡ്യൂസേഴ്സ് 90% പ്രൊഡ്യൂസേഴ്സ്. ഞങ്ങൾക്കറിയാം ചേംബറിലൂടെ പ്രൊഡ്യൂസർ ടൈറ്റിൽ രജിസ്ട്രേഷൻ വരുമ്പോൾ അറിയാം ഏതൊക്കെ പ്രൊഡ്യൂസർമാരാണ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവരുടെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തി. അതിന് ഞങ്ങൾ ശക്തമായിട്ട് ചേംബറിൻ്റെ
അപ്പെക്സ് ബോഡി എന്നുള്ള ചേംബർ ശക്തമായിട്ട് അദ്ദേഹത്തിനെ പുതുക്കുന്നു, ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമ്മൾ ഉദ്ദേശിച്ചത് കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിന്റെ ഒരു അംഗം എന്ന നിലയിൽ ഇത് കൂടാതെ ഞങ്ങളുടെ സുഹൃത്തും വഴികാട്ടിയൊക്കെ ആയിരുന്നില്ല അദ്ദേഹത്തിനും അറിയാം, അതായത് ഈ പറഞ്ഞ ആന്റി പെരുമ്പാവെന്ന് അറിയാം. അദ്ദേഹത്തിനെ മാനഹാനി വരുത്തി എന്ത് കാരണം പറഞ്ഞാലും ഞങ്ങൾക്ക് ചർച്ചയ്ക്ക് വിജയമല്ല, ഞങ്ങളതിനെ ആൻസർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അപ്പം അത് കാരണം അങ്ങനെയുള്ളൊരു കുറിപ്പ് പിൻവലിച്ച് ഇവിടെ സമർപ്പിക്കേണ്ടത്. അതിന് ഒരാഴ്ച സമയം കൊടുത്ത് ഇവിടുന്ന് ലെഫ്റ്റ് പോയി മെമ്പർ എന്ന നിലയിൽ നമുക്കത് ചെയ്തേ പറ്റും. അപ്പം അതിൻ്റെ മറുപടി വരട്ടെ. അപ്പം ഒരാഴ്ച കൂടി തന്നെ ഞങ്ങൾ ഈ സൂചനാ സമരത്തിൻ്റെ ഡേറ്റും ഗവൺമെൻറ്റിനെതിരെയായിട്ട് നടത്തുന്ന ഡേറ്റും അതിൻ്റെ മെമ്മോറാണ് നമ്മളൊക്കെ പബ്ലിഷ് ചെയ്യും. അപ്പം അതിന് എന്ത് കാരണങ്ങൾ പറഞ്ഞാലും നിങ്ങൾ ചോദിക്കുന്ന അതിന് കാരണം പറഞ്ഞിരുന്നു, എന്ത് കാരണം പറഞ്ഞു, എന്ത് വികാരം കൊണ്ടു, ഇതൊന്നും അല്ല ഇവിടെ കാര്യം. അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല അതിന് പ്രയോഗിച്ചു. എന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ആരും അറിയപ്പെടാത്ത ആളല്ല. ചേംബറിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നും ആരും അറിയപ്പെടാത്ത ആൾക്കാരല്ല. മിസ്റ്റർ വിജയകുമാർ ഉണ്ട് ഇവിടെ, അദ്ദേഹം ആരും അറിയപ്പെടുന്നു. അങ്ങനത്തെ ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് പറയാൻ മതിയാണെങ്കിൽ അപ്പോൾ ഇവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യും. ആ കോണ്ടാക്ട് ചെയ്തിട്ട് വളരെ മോശമായി പോയി എന്ന് പറയാം. അല്ലാതെ എന്ത് കാരണം പറഞ്ഞുകൊണ്ടും ആരെയും എന്തും പറയാമെന്നുള്ള ഒരു വെല്ലുവിളി ടോട്ടൽ ഇൻഡസ്ട്രി ഞങ്ങൾ പണം മുടക്കുന്ന ആൾക്കാരുടെ സംഘടനയാണ് കേരളത്തിൽ തിയേറ്റർ ഉടമകൾ, പ്രൊഡ്യൂസേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അപ്പോൾ അവരെ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ ചോദ്യം ചെയ്യട്ടെ. അല്ലാതെ ഇതൊരു ശരിയായ നടപടിയായിട്ട് പൊതുവെ ആർക്കും തന്നെ തോന്നുന്നില്ല. അതുകൊണ്ടാണ് കാരണക്കാരി ഓഫീസിൽ ഒന്നും ക്ലിയർ ചെയ്യേണ്ട കാര്യമില്ല. ചേംബറിന് ബോധ്യമായ ഒരു കാര്യം ഞങ്ങൾ എന്തിനാ പിന്നെ ക്ലിയർ ചെയ്യണത്? ഈ സമൂഹത്തിൽ ക്ലിയർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ചേംബറിന്റെ കമ്മിറ്റിക്ക് ബോധ്യമായ കാര്യം ഞങ്ങൾ ഡിക്ലെയർ ചെയ്യും. പിന്നെ അതിന് ഞങ്ങൾ വിശദീയമായിട്ട് അതാണ് ഇതാണ് ഇവിടെ വിളമ്പേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടിട്ട് ഇല്ലില്ല, അതിന്റെ ആവശ്യമില്ല. എന്തിനാ? ഞങ്ങൾക്ക് ബോധ്യമായ ഒരു കാര്യത്തിൽ ഞങ്ങളിതിനെ മറ്റുള്ളവരെ അതിലാക്കണം. ഞങ്ങളുടെ പ്രസിഡന്റും സെക്രട്ടറിക്കും മറ്റുള്ള അഫിലിയേറ്റ്സിനും ഒക്കെ ബോധ്യമായ ഒരു കാര്യം ആ കുറിപ്പ് എല്ലാവരും കണ്ടാണല്ലോ. പിന്നെ എന്തിനാ നിങ്ങളുടെ അതിനെപ്പറ്റിയുള്ള വിശദീകരണം അദ്ദേഹത്തോട് പോയി ചോദിക്കും. അതല്ലേ ശരി? എന്റെ പൊന്നോ, ഇത് പണ്ടും ഫെഫ്കയൊന്നും അല്ല സമരം ചെയ്തേക്കുന്നത്. ഇവിടെ സമരം ചെയ്തേക്കുന്നത് പ്രൊഡ്യൂസേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എക്സിബിറ്റേഴ്സ്. കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് ചരിത്രം പഠിച്ചാലേ അറിയാം എങ്ങനെയൊക്കെയാണ് ഇവിടെ സമരം നടന്നേക്കണേന്ന്. ഞങ്ങൾക്ക് ഫെഫ്കയും വേണ്ട, അമ്മയും വേണ്ട, ആരും വേണ്ട സമരത്തിന്. ഇവിടെ കളിക്കാൻ തിയേറ്ററില്ല, പ്രൊഡക്ഷൻ്റെ ആളില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരിട്ട് ഷൂട്ട് ചെയ്യും, ആരിട്ട് നടത്തും. അങ്ങനെ ചെയ്യുന്ന പടങ്ങളെ പറ്റി നമുക്ക് വിലയിരുത്താം. പിന്നെ ഇപ്പോഴല്ല അതിനെപ്പറ്റിയൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് അതിനെ വെല്ലുവിളിക്കാനുള്ള സമയമില്ല. ഗവൺമെന്റിനോട് ആദ്യം വെല്ലുവിളിക്കട്ടെ, അതിനുശേഷം അതിനൊക്കെ കാര്യങ്ങൾ വരട്ടെ, അതിനുശേഷം മറ്റുള്ള വിഷയങ്ങൾ വരും. വന്നിട്ട് ഈ ടെക്നിക് സ്ട്രൈക്കിലേക്ക് പോകട്ടെ. ഗവൺമെന്റിന് ആദ്യം മെമ്മോറാണ്ടം കൊടുത്തതിന് ശേഷം പരിഹരിച്ചില്ലെങ്കിലാണ് സമരമായിട്ടുള്ളത്. അല്ല, അത് ഈ വൺ ഡേ ടോക്കൺ സ്ട്രൈക്ക് എന്തായാലും ഉണ്ടാവും. സൂചനാ പണിമുടക്ക് എന്ന് പറയുന്ന ഒരു സാധനം അത് പ്രൊഡ്യൂസേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എക്സിബിറ്റേഴ്സ് അടക്കമുള്ള ആൾക്കാർ പ്രൊഡക്ഷൻ അടക്കം നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു സ്തംഭനാവസ്ഥ ഒരു ദിവസത്തേക്കുണ്ടാവും. അത്രയേ ഉള്ളൂ. ഡേറ്റ് തീരുമാനിക്കേണ്ടത് ഒരാഴ്ച. ഇപ്പോൾ ചേംബറിന്റെ അഫിലിയേറ്റ്സ് ആണ് പ്രൊഡ്യൂസേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എക്സിബിറ്റേഴ്സ്. അതിൻ്റെ എല്ലാം ഭാരവാഹികളും പ്രസിഡന്റുമാരും ഇവിടെ ഉണ്ട്. നാളെ 3 ദിവസം കൊണ്ട് ഞങ്ങളുടെ അഫിലിയേറ്റ്സിൻ്റെ എല്ലാം എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേരുകയാണ്. അപ്പോൾ 3-4 ദിവസത്തേക്കുള്ളിൽ അവർ ഡേറ്റ് ഞങ്ങളെ അറിയിക്കും. ആ ഡേറ്റ് അനുസരിച്ച് ഒരു കോമൺ ഡേറ്റ് ചേംബർ അനൗൺസ് ചെയ്യും. അന്ന് മലയാള സിനിമ സ്തംഭിക്കും. ഒരു തിയേറ്ററിൽ ഒരു പ്രൊഡക്ഷൻ ഉൾപ്പെടെ ഒന്നും നടക്കില്ല. അന്ന് സൂചന പണിമുടക്ക് ഏതെങ്കിലും വ്യക്തികൾക്കെതിരെയല്ല, സംഘടനകൾക്കെതിരെയല്ല. ഞങ്ങളുടെ വിവിധ ആവശ്യങ്ങളുണ്ട്. അത് ഇൻഡസ്ട്രിയായിട്ട് പ്രഖ്യാപിക്കണം. കറണ്ട് ചാർജ് പ്രശ്നമുണ്ട്, തിയേറ്ററുകാരുടെ പ്രശ്നമുണ്ട്, ഞങ്ങളുടെ ഡബിൾ നികുതിയുണ്ട്, ട്രിപ്പിൾ നികുതിയുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഏതെങ്കിലും അമ്മ സംഘടനയ്ക്കെതിരായിട്ടൊന്നും അല്ല. അപ്പൊ അമ്മ സംഘടനയ്ക്കെതിരെ ചേംബർ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് സമരത്തിലില്ല. മറിച്ച് ഞങ്ങൾ സമരം ചെയ്യല്ല, ഞങ്ങൾ അവരോട് പറയുകയാണ് ഞങ്ങൾ ഡിമാൻഡ്
ഇൻഡസ്ട്രി സർവേ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വെയിലസ് കുറയ്ക്കണം. അതനുസരിച്ച് നിർമ്മാണ ചെലവ് കുറയണം. അങ്ങനെ നിർമ്മാണ ചെലവ് കുറഞ്ഞ് നല്ല പടങ്ങൾ ഇവിടെ ഉണ്ടാവണം. പലരും ചോദിക്കും, നിങ്ങൾ ക്വാളിറ്റിയുള്ള പടങ്ങൾ ഉണ്ടാകാത്തത്. ആ ക്വാളിറ്റി ഉണ്ടാകാത്ത പടങ്ങൾ ഉണ്ടാകാത്തത് നിർമ്മാണ ചെലവിന്റെ ഭൂരിപക്ഷം അങ്ങനെ പോകാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തിക്കെതിരെ അല്ല, മറിച്ച് ഇൻഡസ്ട്രിയുടെ ആവശ്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അത് ആ സൂചനാ പണിമുടക്കിൽ കഴിഞ്ഞ് ചർച്ചകൾ നടന്നത് പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ സമരമായി മുന്നോട്ട് പോകാനാണ് എല്ലാ അപ്ഡേറ്റ്സും തീരുമാനിച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. എക്സിബിറ്റേഴ്സിന്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലൂടെ പലതവണ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പം പിന്നെ ഒന്ന് ഡബിൾ ടാക്സേഷൻ, GST എന്ന വലിയൊരു തോതിലാണ് GST കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ സംസ്ഥാന ഗവൺമെന്റിലൂടെ എന്റർടൈൻമെന്റ് ടാക്സ് ഏർപ്പെടുത്തിയപ്പോഴത്തെ തിയേറ്റർ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ടോട്ടൽ കളക്ഷന്റെ 30% തിയേറ്റർ ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 100 രൂപ കളക്ഷൻ വന്നു കഴിഞ്ഞാൽ 30 രൂപയാണ് ഗവൺമെന്റിലേക്ക് പോകുന്ന എമൗണ്ട്. അതിന്റെ പ്രൊഡ്യൂസർക്ക് 25 രൂപയ്ക്ക് താഴെയുള്ള എമൗണ്ട് കിട്ടും. അപ്പോൾ ആ ഒരു സ്ഥിതി മാറണം. എന്ത് കാര്യത്തിനും തിയേറ്ററുകളെ കുത്തിപ്പിടിച്ച് കാശ് എടുക്കാമെന്നുള്ള ഒരു സമീപനം ഗവൺമെന്റ് മാറ്റണം. പിന്നെ ലൈസൻസിങ് സിസ്റ്റം, ഒരു തിയേറ്ററിന്റെ ലൈസൻസ് പുതുക്കുന്നത് ഒരു കടമ്പയായിട്ട് മാറിയിരിക്കും. കാര്യം അതെല്ലാം ഗവൺമെന്റ് ഓരോരോ ബുദ്ധിമുട്ടുകൾ ഏർപ്പെടുത്തി പരമാവധി ബുദ്ധിമുട്ടിക്കാനാണ് ശ്രമിക്കുന്നത്. അത് ഏകജാലകമാക്കണം തിയേറ്ററിംഗ് ലൈസൻസ്. കാര്യം നമുക്കൊരു 6 മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയറായി മാറിയിട്ടുണ്ട്. 1947 മുമ്പ്, അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നിലവിൽ ഏർപ്പെടുത്തിയ രീതികളാണ് ഇന്നും ഗവൺമെന്റ് പിന്തുടരുന്നത്. തിയേറ്റർ ലൈസൻസിങ് ആയാലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയാലും ഒരു ഓപ്പറേറ്റർ ലൈസൻസ് വേണം. നിങ്ങൾക്കറിയാം, പഴയ ഒരു പ്രൊജക്ടർ കലാഭവൻ വെച്ചിട്ട് അതിന്റെ റീൽ ഓടിച്ച് കാണിച്ചു കൊടുക്കണം ഓപ്പറേറ്റർ ലൈസൻസ് വേണം. ഇന്ന് ആ പഴയ പ്രൊജക്ടർ വെച്ച് ആരെങ്കിലും സിനിമ ഓടിക്കുന്നുണ്ടോ? ഇന്ന് ഡിജിറ്റൽ പ്രൊജക്ടറാണ്. ആ ഡിജിറ്റൽ പ്രൊജക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റർക്ക് ഓപ്പറേറ്റിംഗ് ലൈസൻസ് കൊടുക്കുകയല്ല ചെയ്യുന്നത്. പഴയ കാലഹരണപ്പെട്ട ഒരു പ്രൊജക്ട് വെച്ചിട്ടുണ്ട്, അതിന് ഫിലിം ഓടിച്ച് കാണിച്ചു കൊടുക്കണം, ഓപ്പറേറ്റർ ലൈസൻസ് വേണം. ഈ സൈസ് സിസ്റ്റത്തിനാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ ഇതിന് മൊത്തത്തിൽ ഒരു ശാശ്വതമായ പരിഹാരമാണ്. അത് തീർച്ചയായിട്ടും തിയേറ്ററുകൾ ഉൾപ്പെടെ തിയേറ്ററുകളുടെ പൂർണ്ണ സഹകരണത്തോടെ ഈ സൂചനാ പണിമുടക്കിൽ മുന്നോട്ട് ചേമ്പർ നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും തിയേറ്റർ ഉടമകളുണ്ടാകും. അല്ല, അതായത് നമ്മളിപ്പോ ഇത് ചർച്ച ചെയ്യാനല്ല ഇന്നത്തെ പ്രസ് മീറ്റിംഗ്. ഇന്നത്തെ പ്രസ് മീറ്റിംഗിന്റെ ഉദ്ദേശം നമ്മുടെ സൂചനാ സമരം എന്താണ്, ആ ഗവൺമെന്റിനെതിരെയാണെന്ന് വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നി. ബിക്കോസ് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച പത്രസമ്മേളനത്തിൽ നമ്മൾ ആഞ്ഞു പറഞ്ഞു, അതെല്ലാം ഉറപ്പിച്ച് പറഞ്ഞു ഒരു 1 ഡേ ടോക്കൺ സ്ട്രൈക്ക് എന്നുള്ളത്. പക്ഷെ പിന്നെ വന്നത് ജൂൺ നടക്കാൻ പോകുന്ന നടക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ നടക്കുമെന്ന് പറഞ്ഞ സ്ട്രൈക്കിനെ പറ്റി അത് വളരെ പരിതാപകരമായിരുന്നു. മീഡിയയുടെ സൈഡിൽ നിന്ന് ഓഫ്കോഴ്സ് ഞങ്ങൾക്ക് അത് വന്നത്. അതൊരിക്കലും ഞങ്ങൾ പറഞ്ഞത് ഇതൊക്കെ നടന്നില്ലെങ്കിൽ മാത്രമാണ്. ആ സമയത്ത് ഡെഫിനറ്റ് ആയിട്ട് ഇപ്പം നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയണേ. അതായത് ആ സമയത്ത് ഞങ്ങൾ അങ്ങനെ ഒരു സ്ട്രൈക്കിലേക്ക് പോകുന്ന അതിൻ്റെ ഇടയിൽ എത്രയോ സമയങ്ങളുണ്ട്. ആ സമയത്തിനുള്ളിൽ ചർച്ച നടക്കും, അല്ലെങ്കിൽ അതിൻ്റെ വഴികളുണ്ടാവും. ഇതൊന്നും ഉണ്ടായില്ലെങ്കിൽ മാത്രമാണ് ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിന് സമയമില്ലേ? അതിനെപ്പറ്റി ഇപ്പോഴേ പറയണെങ്ങനെ? എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പൊ നമ്മൾ അതിനെപ്പറ്റി വിശദീകരിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ കുറക്കണ്ട. ഞങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് കുറക്കണ്ട. അവരാരും തന്നെ പേഴ്സണലി ഞങ്ങൾക്ക് നിർബന്ധമുണ്ടോ ഇന്ന ഇന്ന ആർട്ടിസ്റ്റിനെ വെച്ച് കടമെടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? പ്രൊഡ്യൂസേഴ്സിനെ ഉദ്ദേശിച്ചിട്ട്, ചേംബറിനെ ഉദ്ദേശിച്ചിട്ട് ഒന്നുമില്ല. ഞങ്ങൾ അതിനുള്ള വഴികൾ കണ്ടെത്തിക്കോളാം സാർ. എങ്ങനെയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സിനിമ ഉണ്ടായത്? അല്ല, തീർച്ചയായിട്ടും അല്ല. തീർച്ചയായിട്ടും അല്ല. അതേ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളൊന്നും ഉണ്ടാവില്ലല്ലോ, പ്രേമനും ഉണ്ടാവില്ലല്ലോ, അങ്ങനെ മറ്റുള്ള പടങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അത് ഭൂമിയുടെ കാര്യമല്ലേ? ഈ നിർമ്മാതാക്കൾ ഒരു കത്തിന് മറുപടി കൊടുത്തോ? ഒരു കത്തിന് മറുപടി കൊടുത്തോ? താരസംഘടന തന്ന കത്തിന് മറുപടി കൊടുത്തു എന്ന് പറയുന്നു. മറുപടി കൊടുത്തില്ല. അത് കത്ത് വന്ന എല്ലാ കത്തിനും മറുപടി കൊടുത്തു. അവരുടെ കത്തിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ജയൻ ചേർത്തിക്ക് ഒരു വക്കീൽ അവിടെ നിന്ന് ജയൻ ചേർത്ത് 7 മറുപടി നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നു പറഞ്ഞിട്ടുണ്ട്. ആ നടപടി എന്തായി? അത് മറുപടി വന്നിട്ടില്ല. 7 ദിവസം ആകുന്നേ ഉള്ളൂ. 7 ദിവസമായി. 3 ദിവസം അതിൻ്റെ കത്തയച്ചതിൻ്റെ മറുപടി 7 ദിവസത്തിനകത്ത് മറുപടി തരണമെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. 3 ദിവസം കൂടെ വെയിറ്റ് ചെയ്യും. മറുപടി വന്നില്ലെന്നുണ്ടെങ്കിൽ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകും. പറഞ്ഞതിൽ തന്നെ ഒരു കാര്യങ്ങൾ വ്യക്തത, നിർമ്മാതാക്കളുടെ സംഘടന ഒരു വൈസ് പ്രസിഡന്റ് സംഘടനയാണ്. ഈ ഇപ്പം ഒരു താരത്തെ ഉണ്ടാക്കുന്ന ഒരു നിർമ്മാതാവാണ്. ഒരു താരോദയം ഉണ്ടാകുന്നത് തിയേറ്ററിൽ നിന്നാണ്.
അതിന് യാതൊരു ഡൗട്ടില്ല. എന്നിട്ടും ഈ താരങ്ങൾ പൂർണ്ണമായിട്ട് സഹകരിക്കാതെ വരുമ്പോൾ നിങ്ങളെപ്പോലുള്ള നിർമ്മാതാക്കൾ ആ താരത്തെ, ചില നിർമ്മാതാക്കൾ ആ താരത്തെ തന്നെ വേണമെന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ പൈസ പറയാനുള്ള ഒരു അധികാരമില്ലേ? ഒരു ചോദ്യമാണ്. എനിക്ക് ആ താരത്തെ വിട്ട് വേണം കഴിക്കാൻ. അപ്പൊ നിർമ്മാതാക്കളും അയാളുടെ പുറകെ പോകാതിരിക്കുന്നത് ഏറ്റവും ഉചിതമാണ്. അതെ, അതാണ് പറഞ്ഞത് തന്നെയാണ്, സെയിം അല്ലേ പറഞ്ഞത്. അതായത് ആവശ്യമുള്ളവര് സംസാരിച്ച് ആ പൈസക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ആളെ വെച്ചിരിക്കില്ല. പിന്നീട് പൈസ കൂടിയെന്നൊന്നും പറഞ്ഞ കംപ്ലൈന്റ് ഒരു കാര്യമില്ലല്ലോ. നിർമ്മാതാക്കളെടുത്ത് നിർമ്മാതാക്കൾ തന്നെ കംപ്ലൈന്റ് പറയും. എന്റെ പൊന്നലി, ഞാൻ ചോദിക്കട്ടെ, അല്ല, പുതിയ സംസ്കാരം സിനിമക്ക് ഉണ്ടാവണം ഒരു ആവശ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇന്ന് എല്ലാവർക്കും അറിയാം, പിന്നെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യമുള്ളത്? ഇന്ന് ആരഭിനയിച്ചാലും OTT ചെയ്തുമില്ല, സാറ്റലൈറ്റ് ചെയ്തുമില്ല, മറ്റുള്ള കച്ചവടം ചെയ്താണ്. പിന്നെ എന്തിനാണ് ചോദ്യത്തിന് താരങ്ങളെ എപ്പോഴാണ് കൂടുതൽ ചോദിക്കുന്നത്? അവരുടെ സക്സസ് ആകുമ്പോൾ അവർ കൂടുതൽ റെമുനറേഷൻ ചോദിക്കും. ഒരു പടം സക്സസ് ആയി, 1 കോടിയിൽ നിന്ന് 5 ആയി, രണ്ടാമത് പടം സക്സസ് ആയി 10 ആയി, 4 പടം പൊട്ടുമ്പോൾ അവർ കുറയ്ക്കണോ വേണ്ടയോ? അതിനൊന്നും മറുപടി പറഞ്ഞില്ല. അതിന് മറുപടി നിങ്ങൾ നിങ്ങൾ ഒരു മിനിറ്റ്, നിങ്ങളുടെ ചോദ്യം ചോദിച്ചതിന്, നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. പടം സക്സസ് ആയി, പ്രേമലു കൂടി, ആ ഹീറോ 1 കോടി ചോദിച്ചു, അടുത്ത പടം കൂടി 5 കോടി ചോദിച്ചു, കൊടുക്കാൻ നിർമ്മാതാക്കൾ തയ്യാറാണ്. അയാളുടെ 5 പടം പൊട്ടിയാൽ അയാൾ 5-ൽ നിന്ന് 10 പോകണം, 10-ൽ നിന്ന് 1-ലേക്ക് വരണം. അതിന് മറുപടി ഞങ്ങളെ ആരെങ്കിലും കൊണ്ട് പറഞ്ഞതാ? ഈ ചോദ്യം ചോദിക്കുന്നത് மட்டுം പറയാം, മറുപടിയും കൂടി നിങ്ങൾ പറയണം. ചോദിച്ചിട്ട് നിങ്ങളൊരു എഗ്രിമെന്റിൽ അപ്പൊ പിന്നെ അപ്പൊ അങ്ങനെ വെക്കണം. നിങ്ങളുടെ സിനിമ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾക്ക് പൈസ, ഞങ്ങൾക്ക് ലാഭം ഉണ്ടായി, ഞങ്ങൾ ഒരു വീതം തരാൻ എഗ്രിമെന്റ്. ഒരു മിനിറ്റ്, ഇപ്പൊ നിങ്ങൾ എഗ്രിമെന്റിലേക്ക് വന്നാൽ രാകേഷ് അവിടെ നിന്ന് ഒരു കത്ത് അമ്മയ്ക്ക് എഴുതിയിട്ടുണ്ട്. നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. അത് പ്രകാരം 30% ഡ്യൂറിങ് ഷൂട്ടിംഗ്, 40% ഡ്യൂറിങ് ഡബിംഗ്, 30% ബിഫോർ റിലീസ്. അത് അവർ പാലിക്കണം വേണ്ടിയോ? എഗ്രിമെന്റ് ഞങ്ങൾ മാത്രം വായിച്ചാൽ പോയല്ലോ, അവർ പാലിക്കണം വേണ്ടിയോ? പിന്നെ അവർ ഒരു പ്രൊമോഷൻ എന്ന് പറയണ്ടേ? നിങ്ങൾ തന്നെ പറയാം, ഒരു പ്രൊമോഷൻ വേണ്ടയോ വേണം? അപ്പൊ അതും വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം നിങ്ങൾ? ഒന്ന് റെമുനറേഷൻ കുറയ്ക്കുക, ഇല്ലെങ്കിൽ പ്രൊമോഷൻ പോവാ, ഇല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ബേസിസിന്. അത് വളരെ വ്യക്തമായിട്ട് ആ കത്തില് പ്രൊഡ്യൂസർ അസോസിയേഷൻ എഴുതിയിട്ടുണ്ട്. പ്രൊഡ്യൂസർ അസോസിയേഷൻ അത് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് ആ പൈസ മേടിച്ചു തരാന്ന്. അപ്പൊ ആ ഗ്യാരണ്ടി ഏക്കണ്ടേ? ഒന്നും സമ്മതിക്കില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ ചോദ്യം ചോദിച്ച താങ്കൾ ഒന്ന് മറുപടി പറഞ്ഞു തന്നാൽ പഴയ പ്രൊഡ്യൂസറാണ് ഞാനൊന്ന് ഫോളോ ചെയ്യാം, ഞാൻ ഒരു പടം എടുക്കാൻ ശ്രമിക്കാം, ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ എഗ്രിമെന്റ് ഉണ്ട്, പാലിച്ചില്ലെങ്കിൽ ആ എഗ്രിമെന്റ് എത്ര വേണമെങ്കിലും രാകേഷ് ഇപ്പൊ നിങ്ങളുടെ ഓഫീസിൽ പോയാൽ തരും. നിങ്ങളുടെ കയ്യിൽ വേണോ? 100 എഗ്രിമെന്റ് വേണോ? പിന്നെ നിങ്ങൾ സാറേ, ഞാൻ നിർമ്മാതാവായിട്ട് എന്നെ വെച്ച് പടം എടുക്കാൻ പറ്റുമോ? ഞാൻ നിർമ്മാതാവായിട്ട് നിങ്ങളെ വെച്ച് പടം എടുക്കാൻ പറ്റുമോ? ഓഡിയൻസ് വരട്ടെ. താരങ്ങളല്ല, ഓഡിയൻസ് വേണോ വേണ്ടയോ? ഞാനും നിങ്ങൾ അഭിനയിച്ച പടം ഓടോ? അതുകൊണ്ട് ദയവേത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചാൽ പണിക്കും ഇതുപോലെ ചോദ്യങ്ങൾ ഞങ്ങളത് ചോദിക്കാനായി. അല്ല, ഇതൊക്കെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതൊക്കെ അല്ലല്ല, ഇനിയിപ്പോ ക്വസ്റ്റ്യൻസ് ഇല്ല, വേറൊന്നുമല്ല. പറയേണ്ട മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. എന്തിന് താരങ്ങളെ എടുത്ത് പോയിരുന്നു? OTT സാറ്റലൈറ്റ് വിലയുണ്ടായിരുന്ന സമയത്ത് പോയത്, ഇപ്പൊ അതില്ല. അത് കാരണം താരങ്ങൾ നിർബന്ധമില്ല. എല്ലാവരും ഈ നടന്മാരെ പ്രൊഡ്യൂസർ എഴുതുന്നെങ്കിൽ അത് 1000 രൂപയ്ക്ക് സിന്തോഷോപ്പ് വെച്ച് കുടിക്കുമോ? പുതിയൊരു സിനിമ സംസ്കാരം ഉണ്ടാവും. പിന്നെ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് മോണപ്പൊളി അല്ല. 6 മാസം ഇവിടെ മുഖം കാണാറുന്ന ജനങ്ങൾ മറക്കും. പുതിയ ആൾക്കാർ വന്നാലോ? അതുകൊണ്ട് ഞങ്ങളെ സിനിമ ചേമ്പർ ഇവിടെ ഒരു കാര്യം തീരുമാനം എടുത്താൽ അത് നടപ്പിലാക്കിയിരിക്കും. ഞങ്ങൾ ഇനി സ്ട്രോങ് ആണ്.